ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ വീണ്ടും നാം ഒരുമിച്ച് കൂടുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, ഒരു പാപിയുടെ പ്രാർത്ഥനയാണോ പട്ടിയുടെ കുരയാണോ ഭേദമെന്ന് നാം പറയേണ്ടത്. ഇത് പറയാൻ കാരണം വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. മാരകപാപത്തിൽ ജീവിക്കുന്ന ഒരു വൈദികൻ, ഒരു പുരോഹിതൻ, അദ്ദേഹം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന് കുറച്ചുകൂടെ സഹനീയമായത് പട്ടിയുടെ കുര. നമുക്കറിയാലോ, പട്ടി നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും അത് അരോചകമാണ്, അസഹനീയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതിനേക്കാൾ സഹനീയമാണ് ഈ പുരോഹിതൻ്റെ, പാപിയായ പുരോഹിതൻ്റെ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന് കുറച്ചുകൂടി സഹനീയമാണ് പട്ടിയുടെ കുര. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചില കാര്യങ്ങൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ തോമസ് അക്വിനാസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം, അദ്ദേഹത്തിന് തന്നെ കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാർ അവർ വന്നിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ടീസ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയാണ്. അവർ വന്ന് പറഞ്ഞു, തോമസ്, ദേ ഒരു കാള അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നു. ഈ മനുഷ്യൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുക. ഉടനെ ഇവരെല്ലാം ഊറിച്ചിരിച്ച് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഇത്രയും വെഡ്ഡിയായി പോയല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ അവർ ചിരിച്ചുകൊണ്ടിരുന്നു, പരിഹാസപൂർവ്വം. ഇനി തോമസ് അക്വിനാസ് തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു സന്യാസി നുണ പറയും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമാണ് ഒരു കാള അന്തരീക്ഷത്തിലൂടെ പറക്കും എന്ന് വിശ്വസിക്കും. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് ഓടി വന്നത്. ഒരു വലിയ സന്ദേശമാണ് ഈ വിശുദ്ധൻ അതിലൂടെ നൽകിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കിനി ഏതാനും കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതുകൊണ്ട് ഈ പാപം വെടിയാൻ തയ്യാറാകാതെ പ്രാർത്ഥനയുടെ നീളം കൂട്ടിയിട്ടോ പ്രാർത്ഥിക്കുമ്പോൾ സ്വരം കൂട്ടിയിട്ടോ എന്ത് കാര്യം? പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ഈ വചനഭാഗം കൃത്യം നമ്മെ പഠിപ്പിക്കുന്നതാണ്. യോഹന്നാൻ 9:31. യെശയ്യാ 1-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയും, നിങ്ങൾ എത്ര നിലവിളിച്ചാലും ഞാൻ കേൾക്കത്തില്ല. എൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പാപം വെടിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കും എന്നുള്ളത് ഇവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ 48-ാം അധ്യായം അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകും. പക്ഷെ അത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഉത്തരം നൽകുന്നതും കർത്താവ് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതും എപ്പോഴാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മർദ്ദനവും കുറ്റാരോപണവും അത് വർജിക്കുക, ഉപേക്ഷിക്കുക. മറ്റേ രീതിയിൽ പറഞ്ഞാൽ പാപം വെടിയുക, സൽപ്രവൃത്തികൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. പാപം വെടിയുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും എന്നുള്ളതാണ് ഈ യെശയ്യാ 48-ാം അധ്യായത്തിൻ്റെ ഒരു കാതലായ സന്ദേശം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 2-ാം അധ്യായം 19-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. പാപത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് എത്ര ഒച്ചത്തിൽ പ്രാർത്ഥിച്ചാലും എത്ര നേരം സ്തുതിച്ചാലും അതൊന്നും ദൈവത്തിന് പ്രീതികരമാകണമെന്നില്ല, ദൈവസന്നിധിയിൽ എത്തണമെന്നില്ല. 1 പത്രോസ് 3-ാം അധ്യായം 12-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ കണ്ണും കാതും തിരിഞ്ഞിരിക്കുന്നത് നീതിമാന്റെ നേരെയാണ്, പാപിയിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചു കളയും. അപ്പം അതുകൊണ്ട് പാപം വെടിയാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ജോബ് 35:13-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ ഒരു സൂചനയുണ്ട്, പൊള്ളയായ നിലവിളി അത് ദൈവസന്നിധിയിൽ എത്തില്ല. അപ്പോൾ പാപത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി എത്ര ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാലും പൊള്ളയായ നിലവിളിയായിട്ട് ദൈവം അതിനെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, അനുതാപിയോട് ദൈവം കരുണ കാണിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യാ 1:15 മുതൽ നമ്മൾ കാണുകയുണ്ടായി, നീ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിന്നിൽ നിന്നും മുഖം തിരിച്ചു കളയും, കാരണം നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. പക്ഷെ 18ലേക്ക് വരുമ്പോഴോ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം, രക്തവർണ്ണമെങ്കിലും
കമ്പിളി പോലെ വെളുപ്പിക്കാം. അനുസരിക്കാൻ നീ തയ്യാറായാൽ മതി എന്ന് പറഞ്ഞാൽ, അനുദപിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. യെശയ്യാ 54 8-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ നിന്നെ കൈവിട്ടു. നിന്റെ പാപം കണ്ടിട്ട് എൻ്റെ കോപം ജ്വലിച്ച് ക്ഷണനേരത്തേക്ക് നിന്നെ ഞാൻ കൈവിട്ടു. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു പിടിക്കും. അതിന് നാം ചെയ്യേണ്ട കാര്യം അനുദപിക്കുക എന്നുള്ളതാണ്. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് അംഗീകരിച്ച് അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുക. ലൂക്കാ 7-ാം അധ്യായം 47 നമ്മൾ കാണുന്നത്, ഒരു പാപിനിയുടെ കാര്യം. അവൾ അനുദപിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പറയുന്നുണ്ട്, ഈ അനുതാപം എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന് ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പ്രാർത്ഥന നല്ലതും ഫലസന്ദായകവുമാകാൻ നാം എന്ത് ചെയ്യണം? ദൈവവചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തോബിത്ത് 12:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന നല്ലതാകാൻ 3 കാര്യങ്ങൾ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർക്കണം: ഉപവാസം, ദാനധർമ്മം, നീതി. അപ്പം പാപിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. പാപം വെടിഞ്ഞ് നീതിപൂർവ്വം ജീവിക്കണം. ഒപ്പം അല്പം ത്യാഗമെടുക്കാൻ, ഉപവാസം നോക്കാൻ, സൽപ്രവർത്തികൾ ചെയ്യാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, ഇതിനൊക്കെ തയ്യാറാകുമ്പോൾ നിന്റെ പ്രാർത്ഥന നല്ലതാകും. പ്രഭാഷകൻ 35:21 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അഹങ്കാരിയുടെ പ്രാർത്ഥന അങ്ങനെ പോകത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എത്തണമെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഹെബ്രായർ 13:16-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും വീഴ്ച വരുത്തരുത്, മടുപ്പ് തോന്നരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. നമ്മുടെ പ്രാർത്ഥനാ ബലി ദൈവത്തിന് പ്രീതികരമായാൽ നിശ്ചയമായിട്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കപടഭക്തരുടെ മാനസാന്തരമാണ് ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് നമ്മൾ ഇന്ന് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരുന്നത്. സർവ്വനന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.